ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മോഡൽ എക്സാം നടത്താൻ പോകണം. മൊത്തം 20 മാർക്കിന്റെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി PSC ബുള്ളറ്റിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. LDC LGS മെയിൻസ് എക്സാമിനും ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കേരള സംസ്ഥാനത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഏതാണ് ശരിയായിട്ടുള്ളത്? കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. ആണോ എന്നുള്ളത് രണ്ടാമത്തെ പ്രസ്താവന. തേർഡ് പ്രസ്താവന, കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂര്. നാലാമത്തെ പ്രസ്താവന, ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണെന്നുള്ളത് ഓപ്ഷനിൽ നിന്നുള്ളത് തിരഞ്ഞെടുക്കാം. ഏതാണ് ആൻസർ? ആൻസർ ഇതിനോടകം നിങ്ങൾക്ക് കിട്ടിക്കാണും. ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? 1, 3, 4 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ് എന്നുള്ള പ്രസ്താവന ശരിയാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ പുരുഷന്മാരൊക്കെയാണ് സ്ത്രീയെക്കാട്ടിലും സാക്ഷരത കൂടുതൽ. അതായത് മൊത്തം സാക്ഷരത എടുക്കുകയാണെങ്കിൽ 94% കേരളത്തിന്റെ മൊത്ത സാക്ഷരത. ഇനി ഇതിനകത്ത് സ്ത്രീ സാക്ഷരത മാത്രം ചോദിക്കുകയാണെങ്കിൽ 92.1%. പുരുഷന്മാരെ മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് 96.1%. അതായത് ഏകദേശം 4%-ഓളം പുരുഷന്മാരെക്കാളും കുറവാണ് ആർക്ക്? സ്ത്രീക്കുള്ളത്. 96.1% പുരുഷന്മാരുടെ സാക്ഷരതയും സ്ത്രീ സാക്ഷരത 92.1% ഓക്കെ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ പറഞ്ഞു കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂര്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏതാണ്? അത് പത്തനംതിട്ടയുമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. രണ്ടാമത്തത്, 1956 കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ 5 ജില്ലകളാണ് നിലവിലുണ്ടായിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. അടുത്തത്, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 140 ആകുന്നു. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒത്തിരിയെങ്കിലും തെറ്റെന്ന് പറയാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്നുള്ളത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഇപ്പോഴെത്രയാണ്? 140 ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ പുതിയ നിയമപ്രകാരം ഇങ്ങനെ ഒരു നോമിനേഷൻ റദ്ദാക്കപ്പെട്ടു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇപ്പോൾ ഒരു സ്റ്റേറ്റിലും ഇല്ല, അതുപോലെ തന്നെ ഇന്ത്യൻ ഇതിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇപ്പോൾ എവിടെയില്ല? നമ്മുടെ കേരളത്തിലില്ല. അതുകൊണ്ട് ടോട്ടൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര തന്നെയാണ്? 140 തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? മൂവാറ്റുപുഴ നദിയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നീർത്തടങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ എന്നത്. ഒന്നാമത്തെ പ്രസ്താവന. റാംസർ കരാർ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. യുനെസ്കോയാണ് റാംസർ കരാർ ഒപ്പുവെച്ചത്. അടുത്തത്, തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2-നാണ്. ഇന്ത്യയിൽ റാംസർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിലൂടെയാണ്. കേരളത്തിൽ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണപരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ മൂന്നാർ അഥവാ കണ്ണൻ ദേവൻ ഹിൽസ് എന്നിവയൊഴികെ മുഴുവൻ പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം ചെയ്യുന്നത് KSEB മുഖാന്തിരമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ നദിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതിയിലൂടെ തന്നെയാണ്. കേരളത്തിൽ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണപരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മൂന്നാർ, കണ്ണൻ ദേവൻ ഹിൽസ് എന്നിവയൊഴികെ മുഴുവൻ പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം ചെയ്യുന്നത് KSEB ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ നദിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രസ്താവനകളെല്ലാം ശരിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി, മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. നമുക്കറിയാം പെരിയാർ, ഇരവികുളം ഒക്കെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് ഇതാണ്, കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ഫിഷറീസ്, തുറമുഖ, എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൊല്ലം നീണ്ടകരയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ശുചിത്വ സാഗരം പദ്ധതി. അടുത്തത് പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നതും തിരികെ വരുന്നതുമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാഗര. അടുത്ത മൂന്നാമത്തത്, തീരദേശ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരസാഗരം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശുചിത്വ സാഗരം എന്ന് പറയുമ്പോൾ കൊല്ലം നീണ്ടകരയിൽ നടപ്പിലാക്കിയതാണ്, കടലിന്റെ അടിത്തട്ടിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സാഗര എന്നതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്, അതായത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് സാഗര. അക്ഷരസാഗരം എന്ന് പറഞ്ഞാൽ തീരദേശത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരസാഗരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ വർഷം ഏത്? ഏത് വർഷമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയത്? ഏതാണ്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 1928 എന്ത് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ അനുവദനീയമായ നീളം എത്രയാണ്? ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ അനുവദനീയമായ നീളം എത്ര നീളമാണ്? ഓപ്ഷൻ ഡി ആണ്, 38 ഇഞ്ചാണ്. 38 ഇഞ്ചാണ് ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ അനുവദനീയമായ നീളം. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അഥവാ തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവേ ബാബർ, ദെൻ പഴശ്ശി രാജാവിന്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈത്തേരു അമ്പു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അല്ലെങ്കിൽ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നത് ആരാണ്? തോമസ് ഹാർവേ ബാബർ ആണ്. പഴശ്ശി രാജാവിന്റെ സർവ്വസൈന്യാധിപനായിരുന്നത് ആരാണ്? കൈത്തേരു അമ്പു ആണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ആരാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? 12ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ എ ആണ്. സി കേശവനുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഒന്നാമത്തത്, കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അടുത്തത്, 1941 കയ്യൂർ സമരം നടന്നത്. ഓപ്ഷൻ സി, കരിവെള്ളൂർ സമരം നടന്നത് 1948 അടുത്തത്, കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് KV ദേവയാനിയാണ്. ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. കരിവെള്ളൂർ സമരം നടന്നത് 1946 ഡിസംബറിലാണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആരാണ്? കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആര്? അപ്പൊ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആര്? A.C. കുഞ്ഞിരാമൻ അടിയോടിയാണ്. A.C. കുഞ്ഞിരാമൻ അടിയോടിയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, മാഹി വിമോചന സമരം നടന്നത് 1948 മാഹി വിമോചന സമരത്തിന്റെ നേതാവാണ് I.K. കുമാരൻ മാസ്റ്റർ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് I.K. കുമാരൻ മാസ്റ്റർ ആണ്. വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് തെറ്റ്? കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും I.K. കുമാരൻ മാസ്റ്റർ ആധുനിക ഗാന്ധി എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കാരണം I.K. കുമാരൻ മാസ്റ്റർ ആരാണ്? മയ്യഴി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെയാണ്. ബാബ ആംതെയാണ് ആധുനിക ഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. രണ്ടാമത്തത്, ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്തത്, 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. SNDPയുടെ മുഖപത്രമായ വിവേകോദയ മാസികയുടെ സ്ഥാപകനാണ് ശ്രീനാരായണ ഗുരു. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ളതാണ്. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. 13 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. എന്നാൽ ഓപ്ഷൻ മൂന്നാമത്തത് തെറ്റാണ്. SNDPയുടെ മുഖപത്രമായ വിവേകോദയത്തിന്റെ മാസികയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനും സ്ഥാപക പത്രാധിപർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ M. ഗോവിന്ദനുമാണ്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. മനസ്സിലാക്കുക, SNDPയുടെ മുഖപത്രമായ വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. അതിന്റെ പത്രാധിപർ ആരാണ്? M. ഗോവിന്ദനാണ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറ പ്രതിഷ്ഠ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ അവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. പൊയ്കയിൽ യോഹന്നാൻ ഉണ്ട്, വാഗ്ഭടാനന്ദൻ, കുര്യക്കോസ് ഏലിയാസ് ചാവറ, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ഏത് കിട്ടും ആൻസർ? നമുക്ക് നോക്കാം. ഫസ്റ്റ് പൊയ്കയിൽ യോഹന്നാൻ ഏതാണ്? A4 ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അടുത്തത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. 3 ആണ്. B3 ആണ്. അടുത്തത് കുര്യക്കോസ് ഏലിയാസ് ചാവറ. ആൻസർ ഓപ്ഷൻ 2 ആണ്. പിടിയരി സമ്പ്രദായമാണ്. സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ എന്താണ്? മിശ്രഭോജ പ്രസ്ഥാനമാണ്. സഹോദരൻ അയ്യപ്പൻ ഏതാണ്? മിശ്രഭോജന പ്രസ്ഥാനം. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതിൽ വരുന്നത്? നമ്മുടെ ഓപ്ഷനിൽ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എല്ലാവർക്കും അറിയാനുള്ള ആൻസർ ആണ്. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവാണ്. അതുപോലെ തന്നെ ആനന്ദ മതം സ്ഥാപിച്ചതൊക്കെ നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ തന്നിരിക്കുന്ന ക്ലാസ്സുകളിൽ 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾക്കും ട്രിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you. All the best.